Hi guys, welcome back to PRIMA'S Academy Rules. നമ്മൾ SPBakshi verbsന്റെ റൂൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലുള്ള 5th റൂൾ വരെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 6th റൂളാ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6th റൂളിലോട്ട് പോവാം. എന്താണെന്ന് നോക്കാം. In a compound sentence, both auxiliary verbs and principal verbs should be mentioned separately. If they differ in number, form or voice, in such cases, one verb cannot act for both the clauses. അതായത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത് എന്താ? രണ്ട് ക്ലോസുകളെ തമ്മിൽ ഒരു കൺജഷൻ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളെ തമ്മിൽ ഒരു കൺജഷൻ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനാണ് കോമ്പൗണ്ട് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തുള്ള കേസ് വരുമ്പം ഈ രണ്ട് സെന്റൻസിനും എന്തുണ്ടായിരിക്കും? വേർബ്സ് കാണും. ഒന്നീ ഓക്സിലറി ഇല്ലെങ്കിൽ പ്രിൻസിപ്പൽ വേർബ്സ് ആണ്. അപ്പം ഈ രണ്ട് കേസിലും മേ ബി രണ്ട് ഓക്സിലറി വേർബ്സ് വരാം, ഇല്ലെങ്കിൽ രണ്ട് പ്രിൻസിപ്പൽ വേർബ്സ് വരാം, ഇല്ലെങ്കിൽ ഒരു ഓക്സിലറി ഇല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ വേർബ്സ്, അങ്ങനെ വന്നിരിക്കും. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് സെന്റൻസിനുള്ള രണ്ട് വേർബ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് വേർബ്സും നമ്പറിലോ ഫോമിലോ വോയിസിലോ ഡിഫറൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? വേർബ്സും ഇതിൻ്റെ കൂടെയുള്ള വേർബ്സും എന്ത് വരുമെന്നാണ് പറയുന്നത്? സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അതും ഡിഫറൻ്റ് ആയിരിക്കണം. അല്ലാതെ ഒരു വേർബ് തന്നെ ഈ രണ്ട് സെന്റൻസിനും പറ്റത്തില്ല എന്നാ പറയുന്നത്. അത് എക്സാമ്പിളിലൂടെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഹി ഹാസ് നോട്ട് ആൻഡ് വിൽ നോട്ട് മാരി ഇൻ നിയർ ഫ്യൂച്ചർ. അതായത് ഇവിടെ ഹാസ് ആ വന്നേക്കുന്നത്. അത് ഏത് ഫോമാ? ഹാസിൻ്റെ കൂടെ എപ്പോഴും വരേണ്ട V3 ഫോം അല്ലേ. പിന്നെ വിൽ നോട്ട് മാരി, വില്ലിൻ്റെ കൂടെ V1 ഫോമും അല്ലേ. അപ്പം V3യും V1 എന്ന് പറയുന്ന രണ്ട് ഫോംസ് വരുന്നുണ്ട് ഒരു സെന്റൻസിൽ തന്നെ. അങ്ങനെ ആകുമ്പം ചേഞ്ച് വരുന്നു. എന്തിന്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസ് ആണ് ഒരു സെന്റൻസിൽ കാണിക്കുന്നതെങ്കിൽ ഇവിടെ വേർബ് മാരി അല്ലേ. അപ്പം മാരി എന്ന് പറയുന്നത് ഒറ്റ വേർബ് വരത്തില്ല. പിന്നെ എങ്ങനെ വരും? രണ്ടിനും മാരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ഇവിടെ ഹാസിൻ്റെ കൂടെ V3 ഫോം ഓഫ് മാരി വരണം. അതായത് മാരീഡ്, ഹാസ് മാരീഡ്. അപ്പം ഹാസ് നോട്ട് മാരീഡ്, പിന്നെ ആൻഡ് വിൽ നോട്ട് മാരി ഇൻ നിയർ ഫ്യൂച്ചർ എന്ന ആൻസർ വരിക. അപ്പം ഹി ഹാസ് നോട്ട് മാരീഡ് ആൻഡ് വിൽ നോട്ട് മാരി ഇൻ നിയർ ഫ്യൂച്ചർ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതായത് ഇവിടെ വേർബ്സിൻ്റെ ഫോം ചേഞ്ച് വരുന്നുണ്ട്, രണ്ട് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. അപ്പം രണ്ട് ഫോമും ഒരു സെൻറ്റൻസിൽ കാണിക്കുന്നതുകൊണ്ടാ എന്താ? മാരീഡ് എന്ന് പറയുന്ന മാരീഡ് V3യുടെ കൂടെ വരുന്നു, വില്ലിൻ്റെ കൂടെ V1 ഫോമും വരുന്നു. അപ്പോൾ രണ്ട് വേർബും അവിടെ കാണിക്കുന്നു. അല്ല ഒരു വേർബിൽ തന്നെ ആ സെൻറ്റൻസ് പോത്തില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയോ. ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ബട്ട് ഹെർ സിസ്റ്റേഴ്സ് ഡൾ. അതായത് ഈസ് വന്നത് ഷീ പ്ലൂറൽ ഫോം അല്ല സിംഗുലർ ഫോം ആയിക്കൊണ്ടാ ഷീ ഈസ് വരുന്നത്. ഇവിടെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏത് ഫോമാ? പ്ലൂറൽ അല്ലേ. അപ്പം ഇവിടെ സിംഗുലറും പ്ലൂറലും നമ്പേഴ്സിൽ ഡിഫറൻറ്റ് വരുന്നു. എന്തിലാ ഡിഫറൻറ്റ് വരുന്നത്? നമ്പേഴ്സ് ഡിഫറൻറ്റാ. അപ്പം വേർബും എന്താ? രണ്ടിനും വേർബ്സ് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഷീ ഈസ് ഇൻ്റലിജൻറ്റ്, ഓക്കെ, ബട്ട് ഹെർ സിസ്റ്റേഴ്സിന് ശേഷം ഏത് വരും? പ്ലൂറൽ ആണെങ്കിൽ ആറ്. അപ്പം ബട്ട് സിസ്റ്റേഴ്സ് ആർ ഡൾ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്ക്. ഹീ സറണ്ടേർഡ് ബിഫോർ ദി കോർട്ട്. അവൻ കോർട്ടിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തു. ആൻഡ് സെൻഡ് ടു ജയിൽ. അവൻ സെൻഡ് ചെയ്തിരുന്നില്ല, അവൻ സെൻഡ് ചെയ്യപ്പെട്ടു ജയിലിലോട്ട് എന്നാ വരേണ്ടത്. അതായത് ഇവിടെ എന്തിലാ? വോയിസിലാ ഡിഫറൻറ്റ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ആക്റ്റീവും ഇത് പാസീവും വരുന്നു. അപ്പം അവിടെ എന്ത് വേണം? ഹീ സറണ്ടേർഡ് ബിഫോർ ദി കോർട്ട് ആൻഡ് വോസ് സെൻഡ് ടു ജയിൽ. അതായത് അയക്കപ്പെട്ടു ജയിലിലോട്ട് എന്ന് പറയുമ്പോൾ വോസ് സെൻഡ് ടു ജയിൽ. ഇവിടെ പാസ്റ്റ് ടെൻസ്, സോ വോസ് വരുന്നു, വോസ് സെൻഡ് ടു ജയിൽ. ഇനി ഷീ ഡിസപ്പിയർഡ് ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ എന്താ? പാസ്റ്റ് ടെൻസ് അല്ലേ വരുന്നത്. അപ്പോൾ ഷീ ഡിസപ്പിയർഡ് ലാസ്റ്റ് മന്ത്, ഓക്കെ. ആൻഡ് വാസ് ഡെഡ് നിയർ എ വെൽ ലാസ്റ്റ് നൈറ്റ്. എന്നിട്ട് കാണപ്പെട്ടു എന്നാ പറയുന്നത്. മരിച്ചു കിടക്കുന്നത് കാണപ്പെട്ടു ഒരു രാത്രിയിൽ ഒരു വെല്ലിൻ്റെ അടുത്ത്. അപ്പോൾ കാണപ്പെട്ടു എന്ന് പറയുന്നത്. സോ വോയിസ് അവിടെ ചേഞ്ച് വരുന്നത്, അതുകൊണ്ട് വാസ് ഫൗണ്ട് എന്ന് വരും. ഓക്കെ, അടുത്ത നോക്ക്. ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ബട്ട് ഹെർ സിസ്റ്റർ ഡൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ബട്ട് ഹെർ സിസ്റ്റേഴ്സ് എന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സും ഷീയും വരുമ്പം എന്തിലാ വരുന്നത്? നമ്പേഴ്സിൽ ഡിഫറൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഷീ ഈസ് എന്ന് പറയുന്നത്, ഷീ എന്ന് പറയുന്നത് സിംഗുലറാ നമ്പറിൽ, സിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ തന്നെ. സോ രണ്ടും സിംഗുലർ ആകുമ്പോൾ ഒരു ചേഞ്ചും വരുന്നില്ലല്ലോ നമ്പേഴ്സിൽ. സോ
ഒരു വേർബ് തന്നെ മതി അതിന്. അങ്ങനത്തെ കേസാണെങ്കിൽ കോമൺ വേർബ് വരും. അപ്പൊ ഷീ ഈസ് ഇന്റലിജന്റ് ബട്ട് ഹെർ സിസ്റ്റർ ഡൾ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഐ ഡിഡ് നോട്ട് ആൻഡ് വിൽ നോട്ട് ഗോ ദെയർ. അതായത് ഡിഡിൻ്റെ കൂടെ എപ്പോഴും V1 ഫോമാ വരണ്ടേ, വില്ലിൻ്റെ കൂടെയും V1 ഫോമാ. ഇവിടെയും ഫോംസിൽ ചേഞ്ച് ഇല്ല. സോ ഒറ്റ വേർബ് മതി. ഇവിടെ ഗോ എന്ന് പറയുന്ന വേർബാ. അപ്പം ഈ സെൻറ്റൻസിൽ ഫുള്ള് പോകും. അപ്പം ഐ ഡിഡ് നോട്ട് ആൻഡ് വിൽ നോട്ട് ഗോ ദെയർ, അത് കറക്റ്റ്. ഇപ്പോൾ ഈ റൂള് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത റൂളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ് കാണാം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടെ ഉപകാരപ്പെടുത്താൻ നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുകയും ചെയ്യുക. ബൈ.